ധ്യാൻ ചേട്ടൻ നല്ല കിടില ആക്ടറും കൂടിയാണ്. പുള്ളിക്കാരനെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ധ്യാൻ ചേട്ടന്റെ പെർഫോമൻസിനായാലും റോണി ചേട്ടൻ ചെയ്ത ക്യാരക്ടറിനായാലും സിജു ചേട്ടൻ ചെയ്ത ക്യാരക്ടറിനായാലും ഒക്കെ നല്ല റെസ്പോൺസ് ആണ് വരുന്നത്. എക്സ്പീരിയൻസിനുപരി ഞാനതൊരു ഭാഗ്യമായിട്ട് കാണുന്ന ഒരാളാണ്. കുടുംബശ്രീ ട്രാവൽസ് ചെയ്യുമ്പോൾ ഞാൻ 5ല എത്രയോ പഠിക്കുന്നത്. സ്വന്തം പൈസ കാണുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ പണ്ടത്തെ ഒരു സിനിമ ഉണ്ടല്ലോ, നമ്മുടെ സലീം കുമാർ സാർ കാണിച്ചു വെച്ച പോലെ തന്നെ നമ്മൾ അപ്പുറത്തെ സീറ്റിലേക്ക് ഇങ്ങനെ നോക്കും. ഞാൻ എന്നെ തിരിച്ചറിയുന്നുണ്ട്. അതെ. കുടുംബശ്രീ ട്രാവൽസ് എന്ന ചിത്രത്തിൽ ബാലതാരമായി അരങ്ങേറ്റം കുറിച്ച് ഇന്ന് തിയേറ്ററിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് മുന്നേറുന്ന ധ്യാൻ ശ്രീനിവാസൻ ചിത്രം ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ വരെ എത്തി നിൽക്കുന്ന താരമാണ് അദ്വൈത് അജയ്. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി അദ്വൈത് ആണുള്ളത്. നമുക്ക് അദ്വൈതിനെ സ്വാഗതം ചെയ്യാം. നമസ്കാരം അദ്വൈത്. കുട്ടിക്കാലത്ത്, അതായത് ബാലതാരമായിട്ട് സിനിമയിൽ വന്നിട്ട് ഇപ്പോ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന് പറയുന്ന നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയുടെ ഭാഗമായിട്ട് നിൽക്കുകയാണ്. എന്താണ് തോന്നുന്നത്? ഒരുപാട് സന്തോഷം, താങ്ക് യു. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് അഭിനയിച്ചു തുടങ്ങിയതാണ്. ഇപ്പോൾ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്ററിന്റെ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ വരെ എത്തി നിൽക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു സിനിമേന്റെ ജേണി എന്ന് പറയുന്നത്? ഉജ്ജ്വലന്റെ സന്തോഷം. അത് ഞാൻ ഓഡീഷൻ വഴി തന്നെയാണ് ഉജ്ജ്വലന്റെ ക്യാരക്ടറിലേക്ക് വരുന്നത്. ഓഡീഷൻ വന്നു. ജേണി എന്ന് പറയുമ്പോൾ നമ്മളൊരു 30 ദിവസത്തോളം അടുത്ത് പാലക്കാട് വെച്ചായിരുന്നു ഷൂട്ട്. ഇതിലേക്ക് ഒരു ക്യാരക്ടർ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്ററിന്റെ പ്രൊഡക്ഷനിൽ വരുന്ന ധ്യാൻ ചേട്ടന്റെ ഒരു തിരിച്ചുവരവെന്ന് പറയുന്ന ഒരു പടത്തിൽ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുക എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു സന്തോഷം, എക്സൈറ്റ്മെന്റിലാണ്. ഇപ്പൊ പടം തിയേറ്ററുകളിൽ ഓടുന്നുണ്ട്. ധ്യാൻ ശ്രീനിവാസനുമായിട്ടുള്ള ഒരു ഇതെങ്ങനെയായിരുന്നു? ധ്യാൻ ചേട്ടൻ ഭയങ്കര കമ്പനിയാണ് ആക്ച്വലി. പുള്ളി എന്ന് പറയുമ്പോൾ ഇന്റർവ്യൂ കൊണ്ട് നല്ല, പുള്ളിന്റെ ഇന്റർവ്യൂ ആണ് കൂടുതലും എല്ലാവരും ശ്രദ്ധിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെയാണോ സെറ്റിൽ? അല്ലെങ്കിൽ ഉറപ്പായിട്ടും അതുപോലെ തന്നെയാണ്. പുള്ളിക്കാരൻ എങ്ങനെയാണോ അത് തന്നെയാണ് ഇന്റർവ്യൂവിൽ കാണുന്നത്. പിന്നെ ധ്യാൻ ചേട്ടൻ നല്ല കിടില ആക്ടറും കൂടിയാണ്. പുള്ളിക്കാരനെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പൊ നമ്മള് സെറ്റിൽ കൂടെ വർക്ക് ചെയ്യുമ്പോഴായാലും ആ കിട്ടുന്ന ഗ്യാപ്പിലുള്ള പുള്ളിയോടുള്ള കോൺവെർസേഷൻസും എല്ലാം അടിപൊളിയായിരുന്നു. ഞാൻ ചേട്ടനൊപ്പം വേറൊരു പടവും ചെയ്തിട്ടുണ്ട് ആക്ച്വലി. അതിന്റെ ഇത് കഴിഞ്ഞിട്ടില്ല. അപ്പോ അതിന്റെ ഒരു ഇതും കംഫർട്ട് സോണും കൂടി. 2 സിനിമയിലോട്ടുള്ള ഒരു എൻട്രി എങ്ങനെയായിരുന്നു? അതൊക്കെ ഈ പറയുന്ന പോലെ ഓഡീഷൻ ത്രൂ തന്നെയാണ്. ഫസ്റ്റ് പടം എന്ന് പറയുന്നത് കുടുംബശ്രീ ട്രാവൽസ് ആണ്. അപ്പൊ കുടുംബശ്രീ ട്രാവൽസിലോട്ട് എങ്ങനെ എത്തിപ്പെട്ടു? അതും ഈ പറഞ്ഞ പോലെ തന്നെ ചെറുപ്പം ഈ നമ്മള് സ്കൂൾ കാലഘട്ടങ്ങളിൽ കുടുംബശ്രീ ട്രാവൽസ് ചെയ്യുമ്പോൾ ഞാൻ 5ല എത്രയോ പഠിക്കുന്നു. അത് മോണാക്ട് നാടകങ്ങളൊക്കെ പങ്കെടുക്കുമായിരുന്നു. അപ്പോൾ കുട്ടിക്കാലം തൊട്ട് ആക്ടിങ് ഇഷ്ടമാണ്. പിന്നെ ഈ ഒരു ആൽബം എന്തോ എനിക്ക് തോന്നുന്നു പണ്ടത്തെ ഒരു ആൽബത്തിൽ അഭിനയിക്കാൻ പോയി. അവിടെ നിന്ന് ഒരു കോർഡിനേറ്റർ വഴി ഇങ്ങനെ ഒരു ഓഡീഷൻ ഉണ്ടെന്ന് അറിഞ്ഞ് നമ്മുടെ ഫാമിലി സപ്പോർട്ട് ആയ കാരണം അച്ഛനും അമ്മയും എന്നെ ഓഡീഷന് കൊണ്ടുപോയി. അങ്ങനെ തന്നെയാണ് ഫസ്റ്റ്. അമ്മ പിന്നെ സെലിബ്രിറ്റി മേക്ക് ഓവർ ആർട്ടിസ്റ്റ് ആണെന്ന് കണ്ടിട്ടുണ്ട്. അച്ഛനും അതുപോലെ സിനിമയായിട്ട് റിലേറ്റഡ്. അതുകൊണ്ട് ഈ സിനിമയിലോട്ടുള്ള എൻട്രി കുറച്ചും കൂടി എളുപ്പമായി എന്ന് തോന്നുന്നുണ്ടോ? എളുപ്പമായെന്നല്ല, ഈ ഫീൽഡിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്ന ഒരു ഫാമിലിയിൽ വന്നു വിട്ടു എന്നുള്ളൊരു സന്തോഷമുണ്ട്. എന്നുവെച്ചാൽ ഒരിക്കലും എളുപ്പമല്ല, പക്ഷെ നമുക്ക് ഇതിന്റെ ടൈം എടുക്കും, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ്, ഇതിന്റെ എഫേർട്ട് എന്തൊക്കെ ഇടണം, അങ്ങനെയുള്ള ഒരു ഡയറക്ഷൻ കിട്ടി. അതുപോലെ ഇപ്പൊ കുറച്ച് സമയമായിട്ട് നമ്മുടെ ഈ ഡ്രഗ്സിന്റെ കാര്യങ്ങളുമായിട്ട് സിനിമ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്. അപ്പോ സിനിമയിൽ നിൽക്കുന്ന ഒരു മകൻ, അതായത് ടീനേജ് പ്രായം, അപ്പോ അച്ഛനും അമ്മയും എന്ത് പറഞ്ഞിട്ടുണ്ട് ഇതിനെപ്പറ്റി? അതായത് അവർക്കറിയാം ഫീൽഡിനെ പറ്റി, എന്നാൽ പോലും മക്കളല്ലേ, അവരുടെ കൂട്ടുകെട്ട് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നോ? ഇല്ല, ടെൻഷൻ എന്തായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ആക്ച്വലി. അത് നമ്മൾ എത്രത്തോളം വീട്ടിൽ ഓപ്പൺ അപ്പ് ആവുന്നു എന്നുള്ളതിലാണല്ലോ. ഇപ്പൊ എന്റെ പാരന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുപ്പം മുതലേ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ്, എല്ലാം ഓപ്പൺ ആണ് വീട്ടിൽ. അപ്പൊ എന്റെ ഫ്രണ്ട് സർക്കിൾ എന്താണ്, ഞാൻ എവിടെയൊക്കെ പോകുന്നു അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്യുന്നു എന്ന് കറക്റ്റായിട്ടൊരു ഇത് അവർക്കും അറിയാം. പിന്നെ നമുക്ക് ഒരു ഇതുണ്ടല്ലോ, നമുക്ക് എങ്ങനെ പോയാൽ നമുക്ക് എങ്ങനെ എത്താന്നുള്ള ആ രീതിയിലാണ് ഞാനത് കാണുന്നത്. ഇപ്പൊ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനിലെ ക്യാരക്ടർ, അതിനെ കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയും. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ, ഞാൻ കൺട്രോളർ ജാവിദിക്കയാണ് എന്നെ ഈ പടത്തിലേക്ക് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഓഡീഷന് വേണ്ടി പോയി. അസോസിയേറ്റ് രതീഷേട്ടനാണ് എന്നെ കൺഫേം ചെയ്യുന്നത്. ഓക്കെ, ഇവൻ ചെയ്യും എന്നുള്ള രീതിയിൽ കൺഫേം ചെയ്ത് ഓൺ സെറ്റിലേക്ക് വന്നതിന്റെ ലുക്കെല്ലാം മാറ്റി. അന്ന് ഞാൻ താടിയൊക്കെ വെച്ചാണ് പോയി. താടിയൊക്കെ മാറ്റി പോലീസ് ഗെറ്റപ്പിലേക്ക് ആക്കി കൊണ്ട് നിർത്തി. ഇപ്പൊ തന്നെ ആദ്യം തന്നെ ഉള്ളിലൊരു കോൺഫിഡൻസ് ആയി, എന്നെ കൊണ്ട് പറ്റും എന്നൊരു സാധനം. അപ്പൊ എന്നോട് പറഞ്ഞായിരുന്നു, അജയൻ എന്നാണ് ക്യാരക്ടറിന്റെ പേര്, എനിക്കൊരു 25-30 ദിവസം ഉണ്ട് പരിപാടി എന്ന് പറഞ്ഞു.
സന്തോഷം. ചെന്ന് കഴിഞ്ഞപ്പോ ഈ പറഞ്ഞ പോലെ ഓരോ ദിവസം വരുമ്പോഴും നമ്മുടെ ക്യാരക്ടർ ലെങ്ത് മനസ്സിലായി തുടങ്ങി. റോണിച്ചാന്റെ കൂടെ ഡോക്ടർ റോണിച്ചാന്റെ കൂടെയാണ് ആക്ടർ നമ്മുടെ കണ്ണൂർ സ്ക്വാഡൊക്കെ എഴുതിയ റോണിച്ചാന്റെ കൂടെ റോണിച്ചാന്റെ നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, സച്ചിൻ, SI സച്ചിൻ. അപ്പൊ പുള്ളിയുടെ കൂടെ നടക്കുന്ന കോൺസ്റ്റബിൾ ആണ് ഈ അജയൻ. ഇവരുടെ രണ്ടുപേരുടെ ഒരു ബോണ്ടിങ് വർക്ക് ചെയ്യിപ്പിക്കുന്ന കുറെ പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ കിട്ടിയപ്പോ ഒരു സന്തോഷം. നമുക്ക് ആ ഒരു ക്യാരക്ടറിനെ കുറച്ചുകൂടി അപ്പ് ചെയ്തു, ആൾക്കാരുടെ മനസ്സിലേക്ക് എത്തിച്ചു അജയൻ എങ്ങനെയാണെന്നുള്ളൊരു. ഉജ്വലന്റെ പ്രൊമോഷൻ പരിപാടികൾ ഇനിയുണ്ടോ? കുറച്ച് ഉജ്വലൻ ഇപ്പൊ ഏകദേശം ആൾക്കാര് ഫാസ്റ്റ് ഫില്ലിംഗ് സീറ്റ്സ് ആയി തുടങ്ങി, ആൾക്കാർ അറിഞ്ഞു തുടങ്ങി. ഇനിയിപ്പോ റിവ്യൂസ് ആണ്. തിയേറ്ററിൽ നിന്ന് വരുന്ന റെസ്പോൺസ് കേൾക്കുമ്പോ എന്താ തോന്നുന്നത്? സന്തോഷം. തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസുകൾ വരുന്നുണ്ട്. ഇപ്പൊ ഈ നമ്മള് പറഞ്ഞ പോലെ തന്നെ ധ്യാൻ ചേട്ടന്റെ പെർഫോമൻസിനായാലും റോണിച്ചേട്ടൻ ചെയ്ത ക്യാരക്ടറിനായാലും സിജു ചേട്ടൻ ചെയ്ത ക്യാരക്ടറിനായാലും ഒക്കെ നല്ല റെസ്പോൺസ് ആണ് വരുന്നത്. അപ്പൊ അങ്ങനെ തന്നെ കേൾക്കുമ്പോ ആൾക്കാർ ഈ ഫാമിലി കയറി കാണും, അപ്പൊ തന്നെ നമ്മളെയും കാണും അവിടെ. അപ്പൊ നല്ല റിവ്യൂസ് ആണ് വരുന്നത്. എല്ലാം പടം കഴിഞ്ഞ് തിയേറ്ററിൽ വന്നു കഴിഞ്ഞിട്ട് എന്തായാലും എല്ലാവരും തമ്മിലൊരു കോണ്ടാക്ട് ഉണ്ടാവുമല്ലോ. അപ്പൊ എന്താണ് അവരുടെ ഒരു ഇത് പറയുന്നത്? നമ്മുടെ ക്രൂ എന്താ പറയുന്നത്? ഞാൻ ക്രൂവിനോടാണ് പറഞ്ഞത്, കൊറേ താങ്ക് യു പറഞ്ഞു. പിന്നെ എല്ലാവർക്കും സന്തോഷമാണ് ഇങ്ങനെ ഒരു പടം ചെയ്യാൻ പറ്റിയതില്. എനിക്ക് അത് കഴിഞ്ഞിട്ട് അവര് അഭിനയത്തിനെ കുറിച്ച് എന്താ പറഞ്ഞത് അദ്വൈതിന്റെ? ഇല്ല, അദ്വൈത് കുറച്ചും കൂടി ഇനി നല്ല നല്ല ക്യാരക്ടേഴ്സ് നോക്കുക, നിനക്ക് ഭാവി ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മളെയും സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച്. ഞാൻ പറഞ്ഞില്ലേ രതീഷ് ഏട്ടൻ നല്ല എനിക്ക് കുറെ ടിപ്സ് പറഞ്ഞു തന്നു. എടാ ഇനി ചെയ്യുമ്പോ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം. അതുപോലെ തന്നെ റോണിച്ചേട്ടൻ ഒരുപാട് ഹെൽപ്പ് ചെയ്ത്. റോണിച്ചേട്ടന്റെ ഓരോ സീൻ ചെയ്യുമ്പോഴും റോണിച്ചേട്ടൻ എന്നോട് അദ്വൈതം ഇങ്ങനെ ചെയ്യും എന്നുള്ള രീതിയിലും കുറെ തന്നു. ഇങ്ങനെ പറഞ്ഞു തരുമ്പോ ഇവരാരെ ഇങ്ങനെയൊക്കെ പറയാ? നമ്മൾക്ക് ഒരിക്കലും ഇല്ല, ഇവരാണ് പറഞ്ഞു തരേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ അല്ല ചിലർക്കുണ്ടല്ലോ എന്നെ ഉപദേശിക്കാതായോ, അങ്ങനെയല്ല പിന്നെ ഇങ്ങനെ പറഞ്ഞു തന്നിട്ട് വേണോ, അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഇവര് പറഞ്ഞു തന്നുകൊണ്ടാണ് നമുക്ക് കാരണം ഓൾറെഡി എക്സ്പീരിയൻസ് ഉള്ളവരാണ്. നമ്മളെപ്പോലെ ഒരു പുതിയ ആള് കയറി വരുമ്പോ അവർക്ക് അവിടെ ഒരു സ്ഥാനം കിട്ടിയ പോലെയാണ് എനിക്കവിടെ. എനിക്കത് പറഞ്ഞു തരാൻ അവർ ആ മനസ്സ് കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മളിൽ എന്തോ കണ്ടിട്ടാണ്. അവരുടെ മനസ്സിൽ നമുക്കൊരു സ്പേസ് ഉള്ളതുകൊണ്ടാണ്. അത് ഞാൻ എല്ലാ അഡ്വൈസും സന്തോഷത്തോടു കൂടി എടുത്ത ഒരാളാണ്. കാരണം ഇങ്ങനത്തെ ഫീൽഡിൽ നിൽക്കുമ്പോ നമ്മളെക്കാട്ടിലും ഒരുപടി മുന്നിൽ ചെയ്ത ആളുടെ ആയാലും ഒരു വാക്ക് നമ്മൾ എടുക്കുക, അത് കേട്ട് നമ്മുടെ സ്റ്റൈലിൽ അത് ചെയ്യാന്നുള്ളതാണ്. ഫസ്റ്റ് സിനിമയിൽ വരുന്നത് 2011. അപ്പോ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പൊ സിനിമ എന്താണെന്നറിയോ, സിനിമയിൽ അഭിനയിക്കുന്ന എങ്ങനെയാണെന്നറിയോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കി? ഇല്ല, സിനിമ എന്താണെന്നൊന്നും അറിയില്ല. കണ്ടിട്ടുള്ള ഒരു ഇത് ചെറുപ്പം തൊട്ടേ വീട്ടിലെല്ലാ ഞായറാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച ഒക്കെ നമ്മള് സ്ഥിരം സിനിമയ്ക്ക് പോകുന്ന ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ ഒരു വെക്കേഷൻ കിട്ടിയാലും അല്ലെങ്കിൽ സ്കൂൾ മുടക്ക് കിട്ടിയാലും നമ്മുടെ ഒരു വിനോദം വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി സിനിമയ്ക്ക് പോകാന്നുള്ള. അപ്പൊ ആ ഒരു സ്ക്രീനില് എങ്ങനെയാണ് ഇവരൊക്കെ വരുന്നത്, അങ്ങനത്തെ ഒരു അത്ഭുതം ഉണ്ടായിരുന്നു. അപ്പൊ ഈ പറഞ്ഞ പോലെ അച്ഛനൊരു ഡയറക്ഷൻ സൈഡ് എന്തോ ഒരു പുള്ളി അത് ആക്ച്വലി ഇപ്പോ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഇതാണ്. ഈ ആ പുള്ളിയുടെ മനസ്സിൽ ഇതുപോലെ ആഗ്രഹം കിടന്ന് ഇപ്പൊ അതിലേക്കുള്ള സ്റ്റെപ്പ്. മകനിലൂടെ അച്ഛൻ അത് അങ്ങനെ പറയാൻ പറ്റില്ല, പുള്ളിയുടെ വഴിക്ക് നോക്കുന്നു. അപ്പൊ ഈ പറഞ്ഞ പോലെ കുടുംബശ്രീ ട്രാവൽസിന്റെ ഓഡീഷന് പോയി സെലക്ട് ആയെന്ന് അറിഞ്ഞു. കൽപ്പന ചേച്ചിയുടെ മാമുക്കോയ സാറിന്റെ മകനായിട്ടാണ് ഞാൻ അതിൽ വരുന്നത്. ഒരുപാട് സന്തോഷം. ആ കുടുംബശ്രീ ട്രാവൽസ് എന്ന് പറഞ്ഞ പടത്തിൽ നോക്കിയറിയാം ഇഷ്ടം പോലെ ലെജൻസ് ആണ്. ജഗദീഷ് ചേട്ടൻ തൊട്ട് ജനാർദ്ദനൻ ചേട്ടൻ, അങ്ങനെ ഒരുപാട് ലെജൻസ് ഉള്ള ഒരു പടമാണ്. അപ്പൊ അതില് ഫസ്റ്റ് പടം ഇവരൊക്കെ ടിവിയിൽ കണ്ടിട്ടുള്ളൂ. ഇങ്ങനെ വരുന്നു, ഇവരൊക്കെ സെറ്റില് കാണുന്നു, റീടേക്കുകൾ വരുന്നു, ആക്ഷൻ പറയുമ്പോൾ അഭിനയിക്കണം, അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്കും ക്യൂരിയോസിറ്റി ആയി. ചെറുപ്പത്തിന്റെ ആ ഒരു തുള്ളിച്ചാട്ടമുള്ള കാരണം ചിരിച്ചു കളിച്ച് കൂടെ നിന്നു. ജയറാമേട്ടനായിരുന്നു അതിന്റെ ലീഡ്. അപ്പൊ അതുപോലെ ഇപ്പൊ കൽപ്പന ചേച്ചി ആണെങ്കിലും മാമുക്കോ ആണെങ്കിലും ഇപ്പൊ ജീവനോടെ ഇല്ല. അപ്പൊ അവരുടെ കൂടെ കിട്ടിയ ഒരു അഭിനയം അല്ലെങ്കിൽ അവരുടെ കൂടെ കിട്ടിയ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? വളരെ വലിയൊരു എക്സ്പീരിയൻസിനുപരി ഞാനതൊരു ഭാഗ്യമായിട്ട് കാണുന്ന ഒരാളാണ്. കാരണം എന്നെപ്പോലെ ഈ ഇപ്പൊ എന്താ പറയാ കയറി വരുന്ന ഒരാൾക്ക് ബാക്കോട്ട് തിരിഞ്ഞു നോക്കുമ്പോ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവരുടെ കൂടെയൊക്കെ സ്ക്രീൻ സ്പേസ് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോ തന്നെ അതൊരു സന്തോഷമാണ്. കാരണം ഇവരുടെയൊക്കെ പടങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഇപ്പോഴും. ഇപ്പൊ മാമുക്കോയ് സാറിന്റെയും കൽപ്പന ചേച്ചിയുടെ ഒക്കെ ഓരോ സീനുകൾ കാണുമ്പോൾ നമ്മൾ അറിയാതെ ചിരിക്കും. ആ ഒരു ലെജൻസിന്റെ ഒപ്പം നിൽക്കാൻ പറ്റിയത് എന്റെ ഏറ്റവും വലിയ ഭാഗ്യം അതാണ്. അതുപോലെ ജവാൻ ഓഫ് വെള്ളിമലയില് മമ്മൂക്കേന്റെ ചെറുപ്പമായി ചെയ്ത്. അപ്പൊ ആ ഒരു
ക്യാരക്ടർ കണ്ടിട്ട് മമ്മൂക്ക എപ്പോഴെങ്കിലും വിളിച്ച് അഭിനന്ദിക്കുകയോ അല്ലെങ്കിൽ അതിനെപ്പറ്റി എന്തെങ്കിലും പറയുകയോ അല്ലെങ്കിൽ ഡയറക്റ്റ് കാണാനൊരു അവസരം കിട്ടുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല, ആ ടൈമിൽ കണ്ടായിരുന്നു. അതല്ലാതെ ഷൂട്ടിങ്ങിന്റെ ടൈമിൽ അതല്ലാതെ അഭിനന്ദിക്കാൻ പാകത്തിന് അത്ര ലെങ്തി ഉള്ള ക്യാരക്ടർ അല്ല അത്. എന്നാലും ഈ കഴിഞ്ഞ മാസമാണെന്ന് തോന്നുന്നു ഇക്കാടെ സാറിന്റെ ഒരു പടത്തിന്റെ പൂജയ്ക്ക് ഞാൻ പോയപ്പോ ഇങ്ങനെ പറഞ്ഞു, ഞാനായിരുന്നു ചെറുപ്പകാലം എന്ന് പറഞ്ഞപ്പോ പുള്ളി എന്നെ നോക്കി ഒന്ന് ചിരിച്ച്. അത് ഞാനൊരു ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് ഭയങ്കര ഹാപ്പി ആയിരുന്നു. പുള്ളി ഇങ്ങനെ നോക്കിയിട്ട് ഓർക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഒരു എക്സ്പ്രഷൻ കിട്ടിയപ്പോ സന്തോഷം. അതെ, ചെറുതാണെങ്കിലും നമ്മൾ ചെയ്തൊരു റോള് അതെ അതെ, അതും മമ്മൂക്കയുടെ ചെറുപ്പകാലം എന്ന് പറയുമ്പോ വലിയ സന്തോഷമുള്ള കാര്യമല്ലേ. ഇപ്പൊ ആള് സിനിമേനെ നന്നായി സീരിയസ് ആയിട്ട് തന്നെ നോക്കി കാണുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ വേറൊരു പ്രൊഫഷന്റെ ഭാഗമായിട്ട് ഇടയ്ക്കൊക്കെ വന്നിട്ട് കിട്ടുന്ന റോളുകൾ ചെയ്തിട്ട് പോവുകയാണോ, അല്ലെങ്കിൽ ഞാൻ ആക്ടറായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണോ തീരുമാനിച്ചിരിക്കുന്നത്? ഉറപ്പായിട്ടും ഇപ്പോ നല്ല പണ്ടോട്ട് മനസ്സിൽ ആക്ടറായിട്ട് മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ ഒരു സിനിമാ നടനാവണം എന്നുള്ളൊരു താല്പര്യമുള്ള ഒരാളാണ് ഞാൻ. വേറൊരു പ്രൊഫഷന്റെ ഭാഗം പ്രൊഫഷനാണ് ഇത്. ആക്ച്വലി ആക്ടിങ് ഒരു പ്രൊഫഷനാക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷെ നമുക്ക് ഈ വരുന്ന അവസരങ്ങൾ ചെറുതായിരിക്കാം. ആ ചെറുത് ചെയ്ത് ഇതിലേക്ക് എത്തുക എന്നുള്ളൊരു മാർഗമാണ് ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത്. എന്താ, ഏത് കോഴ്സാണ് പഠിച്ചത്? ആ സൈഡ് എഡ്യൂക്കേഷനും ആ സൈഡ് ഒന്ന് പറയാമോ? ഞാൻ ഡിഗ്രി ഗ്രാജുവേഷൻ ചെയ്തത് മീഡിയ വില്ലേജ്, ചങ്ങനാശ്ശേരി മീഡിയ വില്ലേജിൽ നിന്ന് VFX അനിമേഷൻ ആണ്. അപ്പൊ അത് ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഞാൻ കുറച്ചാള് നമ്മുടെ ആ കൊറോണയുടെ ആ ടൈം പീരീഡ് ടെക്നിക്കലർ എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട് ബാംഗ്ലൂർ ബേസ്ഡ്. അവിടെ ഗെയിം ഡിസൈനിങ് എഫക്ട്സ് ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തു. പിന്നെ ഒരു മൂവി ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ഞാൻ റിസൈൻ ചെയ്ത് വീണ്ടും പടത്തിലേക്ക് വന്നു. ഇനി വരാനിരിക്കുന്ന മൂവീസ് ഏതൊക്കെയാണ്? വരാനിപ്പോ ഒരു 2 പടം ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇനി അതിന്റെ ബാക്കി പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്നു. PPP എന്ന് പറഞ്ഞ് ടൈറ്റിൽ അനൗൺസ് ചെയ്തിട്ടില്ല, ഇതൊരു റഫ് നെയിം ആണ്. അങ്ങനെ ഒരു പടമുണ്ട്. പിന്നെ കൂടോത്രം, ബൈജു സാർ ഡയറക്ട് ചെയ്യുന്ന കൂടോത്രം, കുറിച്ച് കേട്ടിരുന്നു. കൂടോത്രത്തിനെ ആ 2 പടമാണ് ഇപ്പൊ നിലവിലുള്ളത്. ഫാമിലിനെ പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയും. ഫാമിലി അച്ഛൻ, അമ്മ, എന്റെ സിസ്റ്റർ, അനിയത്തി. സിസ്റ്റർ ഏതോ മൂവിയിൽ അഭിനയിച്ചിട്ടുണ്ട് അല്ലേ? ഉണ്ട്, അഭിനയിച്ചിട്ടുണ്ട്. ചാർലി എന്ന് പറഞ്ഞ ദുൽഖർ സൽമാൻ പടത്തില് അവളും ഈ പറഞ്ഞ പോലെ തന്നെ കൽപ്പനയുടെ മകളായിട്ട് ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. സിനിമ തിയേറ്ററിൽ പോയിട്ട് കാണുമ്പോ സ്വന്തം ഫേസ് കാണുമ്പോ വരുന്ന ഒരു ഫീലിംഗ് എന്താ? അടിപൊളി. സ്വന്തം ഫേസ് കാണുമ്പോ ഈ പറഞ്ഞ പോലെ തന്നെ പണ്ടത്തെ ഒരു സിനിമ ഉണ്ടല്ലോ, നമ്മുടെ സലീം കുമാർ സാർ കാണിച്ചു വെച്ച പോലെ തന്നെ നമ്മൾ അപ്പുറത്തെ സീറ്റിലേക്ക് ഇങ്ങനെ നോക്കും. ഞാൻ തിരിച്ചറിയുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ റിയൽ ആയിട്ടുള്ള എക്സ്പ്രഷൻ വരിക. അതാണ് സന്തോഷം തന്നെ, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഇതാണല്ലോ. പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും ഞാൻ. ഇയാൾക്ക് മനസ്സിലായോ, ഇയാൾക്ക് ഒന്ന് ഇന്റർവെല്ലിന് പുറത്തിറങ്ങാ. അതുപോലെ പുറത്ത് ചെല്ലുമ്പോ ആരെങ്കിലും ഫേസ് റെക്കഗ്നൈസ് ചെയ്യുമ്പോ അങ്ങനെ ചെയ്യുന്ന ഒരു അവസരം വരുമ്പോ എന്താ തോന്നുക? സന്തോഷാണ് ആക്ച്വലി വരിക. ഫേസ് റെക്കഗ്നൈസ് ചെയ്യാന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നിക്കുന്നത്, ഞാൻ തൃശ്ശൂർ പൂരം പടം ചെയ്തായിരുന്നു. അതിലൊരു ചെറിയ ക്യാരക്ടർ ചെയ്ത് അതിന്റെ ഇന്റർവെല്ലിന് പുറത്തിറങ്ങിയപ്പോഴാണ് ആദ്യമായിട്ട് ബ്രോ ഇതല്ലേ എന്ന് പറഞ്ഞ് വന്നപ്പോ നമുക്ക് കിട്ടിയൊരു സന്തോഷം. അതില് പറയുന്ന പോലെ TG രവി സാറിന്റെ ഒക്കെ ഒപ്പം അഭിനയിക്കാൻ പറ്റി, നേർക്ക് നേരെ നിന്ന് പറയാൻ പറ്റി. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ലെജൻഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ അഭിനയിക്കുമ്പോ അവരുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും പഠിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഈ പഠിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ തീർച്ചയായിട്ടും ഇവര് ഈ സെറ്റിൽ ബിഹേവ് ചെയ്യുന്നത് അതെപ്പോഴും ഒരു അത്ഭുതമാണ്. അവർ ഇത്ര പടങ്ങൾ ചെയ്തു കഴിഞ്ഞു, അല്ലെങ്കിൽ ഇത്രയും ടെക്നീഷ്യന്മാരെ കണ്ടു, ഇത്ര ഡയലോഗ്സ് പറഞ്ഞു, അല്ലെങ്കിൽ ഇത്ര ഫ്രെയിമിന്റെ മുമ്പിൽ നിന്നു. എന്നിട്ടും അവർ ഓരോ പടത്തിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന സ്ക്രീൻ സ്പേസിൽ ആ ഡയലോഗ്സ് അവർ ഡെവലപ്പ് ചെയ്യുന്നതൊക്കെ ഇങ്ങനെ ഞാൻ നോക്കി നിന്നിട്ടുണ്ട്. നമുക്ക് കിട്ടുന്ന ഡയലോഗ് നമ്മൾ ആ കാണാപ്പാടം പഠിച്ച് കറക്റ്റ് നിന്ന് പറയുന്ന ഒരു ടെക്നോളജി പണ്ട് ഞാൻ വിചാരിച്ചോണ്ടിരുന്നു. പക്ഷെ അതൊന്നുമല്ല, ഇവര് ഇംപ്രോവൈസ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്. കയ്യിന്നിട്ട് ഗിവ് ആൻഡ് ടേക്ക് പോലത്തെ ഒരു ഇതൊക്കെ വരുമ്പോ നമ്മൾ തന്നെ ഞെട്ടിപ്പോവും. അത് ഭയങ്കരമായിട്ട് തന്നെ ഇങ്ങനെ അവരെ കൂടുതൽ ഇങ്ങനെ നോക്കാനും അവരുടെ അടുത്ത് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ എനിക്ക് കൂടുതൽ. അതുപോലെ ആ സിനിമയിലെ ജയസൂര്യ ആയിട്ടുള്ള കോമ്പിനേഷൻ സീൻ ഉണ്ടായിരുന്നു. നല്ല ആവശ്യത്തിന് തല്ല് കിട്ടിയിട്ട്. അപ്പൊ അതിലെങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? അതും ഓഡീഷൻ വഴി തന്നെയാണ്. ഓഡീഷൻ വഴി എന്ന് പറയുമ്പോ തൃശ്ശൂർ പൂരം ചെയ്യുമ്പോ ഓഡീഷൻ തൃശ്ശൂർ വെച്ചായിരുന്നു. ഞാൻ തൃശ്ശൂരായിരുന്നു ബേസിക്കലി ആദ്യമേ. അപ്പോ
ഓഡീഷന് പോയി ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞു. പൊടിയൻ ഗാങ് എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് അത്. ഇതിലേക്ക് വന്നു കഴിഞ്ഞ് രാജേഷ് സാറാണ് ഡയറക്ടർ. അപ്പോൾ പുള്ളിക്കാരൻ എന്നെ സ്പോട്ടിൽ വെച്ച് ഇംപ്രവൈസ് ചെയ്ത് തന്നാണ് എല്ലാം. ഡയലോഗ്സ് ആക്ച്വലി അത്രയും ഇല്ലായിരുന്നു. പുള്ളി ഫ്രെയിം വെച്ചതിന് ശേഷം എന്നെ കൊണ്ട് കൂടുതൽ ഓരോന്ന് ചെയ്യിപ്പിച്ച് അദ്വൈത് ഇങ്ങനെ ചെയ്യുന്നു പറഞ്ഞ് ചെയ്തു തന്ന സീനും ഡെവലപ്പ് ചെയ്ത് തന്നു. ഞാൻ ഒരു വടിയും കൊണ്ട് വന്ന് തലക്കടിച്ചു പോകുന്ന സീനൊക്കെ ഉണ്ട്. അതൊക്കെ എനിക്ക് സ്പോട്ടിൽ ഇംപ്രവൈസ് ചെയ്ത് കൂടുതലാക്കി തന്നതാണ് സാർ. അതുപോലെ തന്നെ ജയചേട്ടൻ്റെ ജയേട്ടൻ്റെ ചെയ്യുമ്പോൾ നല്ല കംഫർട്ടായിരുന്നു. പുള്ളിക്കാരൻ ആക്ട് ചെയ്യുമ്പോൾ ശരിക്കും പേടിയാവും. ക്യാരക്ടറിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്കൊരു പേടിയും വരും. ആദ്യം എനിക്ക് അടി കിട്ടിയപ്പോ ഈ സേഫ്റ്റി ഗിയേഴ്സ് വെച്ചിട്ടില്ലായിരുന്നു. അപ്പൊ ഞാനും അത് ചോദിച്ചിട്ടില്ല. എനിക്കത് അറിയില്ലായിരുന്നു എങ്ങനെ ചോദിക്കണം, ആരോട് ചോദിക്കണം എന്ന് അറിയാണ്ട് ഞാൻ മിണ്ടാണ്ട് നിന്നു. ഫസ്റ്റ് ടേക്ക് കഴിഞ്ഞപ്പോ കിട്ടി. ആദ്യത്തെ അടി കിട്ടിയപ്പോ നല്ല വേദനയെടുത്തത്. പുള്ളിക്കാരനത് മനസ്സിലായി. ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, ഡാ നീ ഇത് വെച്ചിട്ടില്ലേ ചോദിച്ചു. പുള്ളി എന്നെ കൊണ്ടുപോയി ഇവന് ഗിയേഴ്സ് കൊടുക്കുന്ന പറഞ്ഞിട്ട് അത് ചെയ്ത് വീണ്ടും വന്നു.